എങ്ങനെയാണ് ഒരു മനുഷ്യന് പുഞ്ചിരിക്കാതിരിക്കാൻ കഴിയുക ഈമാനുള്ള ഒരാൾ മരണപ്പെടുമ്പോ? കാരണം അവൻ കാത്തിരിക്കണത് എന്താ? അവൻ എവിടെ നിന്നാ പോകുന്നത്? ചിന്തിക്കണം, എവിടുന്നാ പോകുന്നത്? ഈ ദുനിയാവിൽ നിന്ന്. ഇവിടുത്തെ സുഖത്തിന്റെ അവസ്ഥ എന്താ? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചനയുടെ ഈ ലോകത്ത് നിന്ന്, നശ്വരമായ ഈ ലോകത്ത് നിന്ന് അവൻ യാത്രയാവുകയാണ്. അവനറിയാം ഒന്നും ശാശ്വതമല്ല. എന്തിന് ശാശ്വതമല്ല എന്ന് പറയണം? നമ്മൾ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രത്തിന് എത്ര ആയുസ്സാണുള്ളത് അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിന് എത്ര ആയുസ്സാണുള്ളത്? നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പിന് എത്ര ആയുസ്സാ ഉള്ളത്? ചിന്തിക്കാറുണ്ടോ നമ്മൾ? നമുക്കും അത്ര തന്നെയല്ലേ? എല്ലാം അങ്ങനെയാണ്. ഒഴിവാക്കി 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 ദുനിയാവ് മുഴുവനും നമ്മൾ ഒഴിവാക്കേണ്ടവരാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അതുകൊണ്ടല്ലേ അല്ലാഹു തആല നബിയോട് പറഞ്ഞത്, നബിയേ വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ എന്ന് അല്ലാഹു നബിയോട് പറഞ്ഞു. അതുകൊണ്ടല്ലേ അല്ലാഹു ഒരിക്കലും താങ്കളെ കൈവെടിഞ്ഞിട്ടില്ല നബിയേ. നിങ്ങൾ പേടിക്കണ്ട, അങ്ങയോട് അല്ലാഹു പിണങ്ങിയിട്ടുമില്ല. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. പരലോകമാണ് ഈ ദുനിയാവിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. ഇവിടെ സങ്കടങ്ങൾ ഉണ്ടാവും, ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടപ്പായിക്കൊള്ളണമെന്നില്ല. ഇത് ദുഃഖങ്ങളുടെ ലോകമാണ്. ഈ ലോകത്ത് വിപത്തുകൾ ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും, കടങ്ങൾ ഉണ്ടാവും, കഷ്ടപ്പാടുകൾ ഉണ്ടാവും. ആഖിറത്തെ ആഗ്രഹിച്ചോളൂ. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. കണ്ടോ എങ്ങനെയാണ് ഈമാനുള്ള ഒരാൾ മരിക്കുന്ന സമയത്ത് ഇവിടുന്ന് സന്തോഷിക്കാതിരിക്കുക? സയ്യിദുനാ ബിലാൽ പറയൂ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഒരുങ്ങുന്ന സമയത്ത് ബിലാലിന്റെ ഭാര്യ തൊട്ടടുക്കലിരുന്നു കൊണ്ട് കരയുകയാണ്. എന്റെ ഭർത്താവ് മരിക്കുകയാണല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ആരാണ് എനിക്കുള്ളത്? എന്റെ ഭർത്താവ് പോയാൽ വാ കർബാ, എന്റെ ദുഃഖമേ, എന്റെ വേദനയെ, എന്റെ സങ്കടമേ എന്ന് നിലവിളിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് പറയാണ്, വാ ത്വറബാ, വാ ത്വറബാ, ഞങ്ങളുടെ ആനന്ദമേ, സന്തോഷമേ. എന്തൊരു സന്തോഷമാണ്! മരണം എന്തൊരു ആനന്ദമാണ്! നാളെ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ കണ്ടുമുട്ടാൻ പോവുകയാണ്. മുഹമ്മദൻ വഹിസ്ബാ, മുഹമ്മദ് നബിയെയും അവിടുത്തെ അനുയായികളെയും കണ്ടുമുട്ടാൻ പോവുക. അവരാണ് മരിക്കണ സമയത്ത് മുദ്രാവാക്യം വിളിക്കുക. റെഡിയാണോ? അവരാണ് വിളിക്കണ സമയത്ത് മുദ്രാവാക്യം വിളിക്കുക. മരിക്കണ സമയത്ത് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ വെച്ചാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. മരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ജീവിതം മുഴുവൻ അവർ കലിമ ചൊല്ലുകയായിരുന്നു. ഞാൻ വലുതാകാൻ വേണ്ടി പറയില്ല. എന്റെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു. വല്യമ്മമാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാല്, എന്റെ വല്യമ്മ മരിക്കുന്നത് 2007-ലാണ്. മൊബൈൽ ഫോണുകളൊന്നും സജീവമായിട്ടില്ല. നമ്മുടെ വീട്ടിൽ TV ഇല്ല. വീടിന്റെ ആ അസൗകര്യങ്ങളെല്ലാം ഉണ്ട്. വല്യമ്മയുടെ ലോകം എന്ന് പറഞ്ഞാൽ പാത്തുമ്മാന്റെ ആട് എന്നൊക്കെ പറയുന്നത് പോലെ ആട്, പശു കൂട്ടത്തിൽ ഈ വല്യപ്പാർക്ക് ഏറ്റവും വലിയ നമ്മളൊരു പക്ഷെ മക്കൾ നന്നായി കൊടുക്കും മീൻസ് അടിക്കും. ഉപ്പ അല്ലെങ്കിൽ ഉമ്മ വാപ്പാരടിക്കുന്നതിലോ ശാസിക്കുന്നതിലോ ഒരു പിശുക്കും കാണിക്കാറില്ല. ഇവരാരും മിണ്ടുന്നില്ല. അങ്ങനെയല്ലേ? ഉമ്മാരും വാപ്പാരും അടിക്കും. പക്ഷേ വല്യമ്മയോ വല്യപ്പയോ പ്രഹരിക്കുന്നത് അപൂർവമായിരിക്കും.
ഉമ്മ അടിക്കുന്ന സമയത്ത് വല്യമ്മ വന്ന് ചീത്ത പറയും ഉമ്മായെ. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് നമുക്കൊക്കെ. എന്റെ വല്യമ്മയുടെയും സ്വഭാവം അത് തന്നെയായിരുന്നു. നല്ല വല്യമ്മയായിരുന്നു എന്റെ വല്യമ്മ. പാവമായിരുന്നു അവർ. അല്ലാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അവർക്ക് അവസാനം രോഗം ഉണ്ടാകുന്നത് അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗമാണ്. എല്ലാം മറന്നുപോകും. അവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് അവർ എഴുന്നേറ്റിട്ടുണ്ടാവും. തഹജ്ജുദ് നിസ്കരിക്കും, ഖുർആൻ ഓതും, എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലും, ദിക്ർ ചൊല്ലും. നാട്ടിലാരെങ്കിലും മരിച്ചാൽ പിന്നെ വല്യമ്മ തസ്ബീഹ് കുറച്ചു കാലം നിലത്ത് വെക്കൂല. വല്യമ്മ ഇങ്ങനെ ദിക്ർ ചൊല്ലും. ചോദിച്ചാൽ പറയും അവന് ഞാൻ ഒരു 70,000 ചെല്ലാണ്, അവർക്ക് ഞാൻ ഒരു 70,000 ചെല്ലാണ് ദിക്ർ ചെല്ലാന്ന് പറയും. വല്യമ്മ ആരും ഇല്ലെങ്കിൽ ഒന്നും ആരും മരിക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ വലിയിട്ട് പറയും എനിക്ക് ചെല്ലാന്ന് പറയും. നിങ്ങൾ എന്താ ചെല്ലുന്നു വെച്ചാൽ പറയും ഞാൻ ദിക്ർ ചെല്ലാണ്, ആർക്കാ എനിക്ക് തന്നെ എന്ന് പറയും. ഒരു സാധാരണ എല്ലാം അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ എല്ലാം മറന്നു പോകുന്ന അസുഖമാണ്. എല്ലാം മറന്നു. എന്റെ വല്യമ്മ അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ അടുത്തേക്ക് ചെന്നാൽ ഞങ്ങൾ ആരാന്നറിയില്ല. വാപ്പയെ അറിയില്ല, ഉമ്മയെ അറിയില്ല, ഒരാളെയും അറിയില്ല. അങ്ങനെ അറിയാതെ ഒരാളെയും അറിയാതെ എന്റെ പ്രിയപ്പെട്ട വല്യമ്മ അവിടുത്തെ ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ, എന്റെ വല്യമ്മയുടെ ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വല്യമ്മ അവസാന നിമിഷം വരെ ഓർത്ത ഒന്നുണ്ടായിരുന്നു. അതാ ഞാൻ പറയുന്നത്, അവസാന നിമിഷം വരെ ഓർത്ത ഒന്ന് എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുന്ന സമയത്തും പറഞ്ഞു അത് അല്ലേ. ഞാൻ നിങ്ങളൊക്കെ ഒരു പതാക പിടിക്കാറുണ്ട് അല്ലേ? സമസ്തയുടെ പതാക, SKSSFന്റെ പതാക, SYSന്റെ പതാക. എന്തേ അത് പിടിക്കുന്നു? അത് ലയണൽ മെസ്സി പിടിച്ചത് കൊണ്ടാണോ? അല്ലല്ലോ. അതേതെങ്കിലും സിനിമാ നടൻ പിടിച്ചത് കൊണ്ടാണോ? അല്ലല്ലോ. ഏതെങ്കിലും ക്രിക്കറ്റ് താരം പിടിച്ചത് കൊണ്ടാണോ? ലോകത്തേതെങ്കിലും അറിയപ്പെടുന്ന സെലിബ്രിറ്റിയായ ഏതെങ്കിലും ആള് പിടിച്ചത് കൊണ്ടാണോ? അല്ലല്ലോ. പിന്നെയോ പഴഞ്ചന്മാരെന്ന് വസ്ത്രം നോക്കിയാൽ പറയാൻ കഴിയുന്നവർ പിടിച്ച പതാകയാണ് അല്ലേ? ആരാണവർ? അങ്ങനെ ഒരു മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യൻ എല്ലായിടങ്ങളിലും ഓടി നടന്നത് അല്ലാഹുവിന്റെ കലിമത്തിനെ ഉത്തുംഗതയിലേക്ക് എത്തിക്കാനായിരുന്നു. ശംസുൽ ഉലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ. അല്ലാഹു അവരുടെ പിന്നിൽ അണിനിരക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ കൂടെ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉണ്ടായിരുന്നു. ശംസുൽ ഉലമയെ കുറിച്ച് വാതോരാതെ പറയുന്ന ആളാണല്ലോ. നാളെ ഇവിടെ വരുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ എന്നോട് പറഞ്ഞു. എന്താ ലക്ഷ്യം? ഒരു ഭൗതിക താല്പര്യമില്ല, ഒരു ഭൗതിക താല്പര്യമില്ല. നമ്മളൊക്കെ ആ മഹാന്മാരെയൊക്കെ പറ്റി പറയുമ്പോ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ എന്നോട് പറഞ്ഞു, നമ്മൾ വിചാരിക്കും അവർക്കൊക്കെ വലിയ ഭൗതിക താല്പര്യമാണ്. കാരണം നമ്മൾ ഹദിയ കൊടുത്താ വാങ്ങും, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്താൽ പോലെ അത് കീശയിലിടും. പക്ഷേ ഒരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല, ഒരിക്കതുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്നാണ് ജിഫ്രി തങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് അവരേന്തിയ പതാക നമ്മളും കയ്യിലേന്തുന്നത്. ശംസുൽ ഉലമ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ടവരുടെ അവസാന സമയത്ത് കിടക്കുകയാണ്. തൊട്ടു മുമ്പുള്ള വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിന് പോയി ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു പോയവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ദിവസം ഉണ്ടാകണമെന്ന് പ്രഖ്യാപിച്ചു. ആ ദിവസമാകുമ്പോഴേക്ക് ആദ്യത്തെ പ്രാർത്ഥന മഹാനുഭാവന് കിട്ടി. ബഹുമാനപ്പെട്ടവരിങ്ങനെ കിടക്കുകയാണ് ഫാത്തിമ ഹോസ്പിറ്റലിൽ, കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ. ചുറ്റുപാടുള്ളവരോട് അടുക്കലേക്ക് വരാൻ പറഞ്ഞു, യാസീൻ ഓതാൻ പറഞ്ഞു. യാസീൻ ഓതി. യാസീൻ ഇങ്ങനെ കഴിയേണ്ട താമസം തൊട്ടടുക്കലുള്ള പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു. ബാങ്കിന്റെ ഓരോ ലഫ്ലുകൾക്കും ബഹുമാനപ്പെട്ടവർ ഇജാബത്ത് ചെയ്യുന്നു. ബാങ്കിന്റെ അവസാനത്തെ ലഫ്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശംസുൽ ഉലമയും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നൊന്നും ഉണ്ടില്ല. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. സ്വർഗ്ഗത്തിൽ കടന്നു അവർ. എന്തേ കാര്യം? ഫഅമ്മാ ഇൻ
കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാൻ വജന്നത്തു നഈം. അല്ലാഹു നമുക്കൊക്കെ അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ആമീൻ പറയും. അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് എത്ര നേരമായി മക്കളെ? ഇവിടെ വാച്ച് അനുവദനീയല്ലേ? അനുവദനീയാണോ? അല്ലാന്ന്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ അനുവദിപ്പിച്ച് തരണ്ടല്ലോ. ഞാൻ പറഞ്ഞാൽ ഇവരാരും കേൾക്കൂല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര മണിക്കൂറായിട്ടുണ്ടാവും? 1 മണിക്കൂറായോ? 1 മണിക്കൂറായില്ലേ? 3 മണിക്കൂറായിട്ടുള്ളൂ. 1 മണിക്കൂറായല്ലോ അല്ലെ? 1 മണിക്കൂറായിട്ട്. അതുകൊണ്ടാണ് മക്കൾ ചെറുതായിട്ടൊന്ന് തൂങ്ങുന്നുണ്ടോന്ന് സംശയം. തൂങ്ങാറിന് അവിടെ ഉറങ്ങാൻ തന്നെയല്ലേ? ആടുന്നുണ്ടോന്ന് സംശയം. ഉസ്താദുമാരാരും എണീക്കരുത്. നമ്മുടെ സദസ്സ് നിങ്ങളുടെ എണീറ്റെന്നാലോ? ഞാൻ ഏതായാലും നിൽക്കല്ലേ, ബുദ്ധിമുട്ടാവില്ല. ഒന്ന് ചാടണോ? ഉസ്താദുമാര് ചാടിക്കലില്ലേ? ചാടുക ജമ്പ് വേണ്ട വേണ്ട വേണ്ട. ഒരു സലാത്ത് തന്നെ എല്ലാവരും ക്ഷീണം ഉറക്കൊക്കെ പോകും. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയും. എന്തൊക്കെ നിയ്യത്തോടെയാണോ ആ ബക്കറ്റിൽ നിങ്ങൾ സദഖ ചെയ്യുന്നത്, അല്ലാഹു ആ സദഖകളെ കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു ആ സദഖകളുടെ നിയ്യത്തുകൾ അല്ലാഹു പൂർത്തിയാക്കുമാറാവട്ടെ. അത് ഉപയോഗിച്ച് ഈ ഇൽമിന്റെ ഈ ദീനിന്റെ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോ എല്ലാ റഹ്മത്തും ബറക്കത്തും അല്ലാഹു അവർക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളെ ചെറുതാണ്. അല്ലാ ബക്കറ്റ് മനസ്സിലായില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അത് ചെയ്യാം. സമയം എത്ര മണിക്ക്? 11:40 11:40 ഇൻഷാ അല്ലാഹ്. അപ്പോ നല്ലവനല്ലെങ്കിൽ നമ്മൾ ആലോചിക്കരുത് അമേരിക്കയിലുള്ള ആളാവും, അത് ബ്രിട്ടനിലുള്ള ആളാവും ആലോചിക്കരുത്. നല്ലവനല്ലെങ്കിലോ അവന്റെ മരണാവസ്ഥ വളരെ മോശമായിരിക്കും. നഊദു ബില്ലാഹ്. സന്തോഷം ഉണ്ടാവൂല, സമാധാനം ഉണ്ടാവൂല. ദുനിയാവിൽ ഒരാളെ കുറിച്ചും നമ്മൾ അങ്ങനെ വിധിക്കുകയും അരുത്. നമ്മൾ അല്ലാഹുവിനോട് കാവൽ തേടുക. നമ്മൾ അല്ലാഹുവിനോട് കാവൽ തേടുക. പടച്ചോനെ നല്ല മരണം തരണേ, ഈമാനോടെയുള്ള മരണം തരണേ. റഹ്മാനായ റബ്ബിനോട് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുക അല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് സമ്പാദ്യമാണ് അവൻ അനുഭവിക്കാൻ കഴിയാന്നറിയോ? കോടികൾ അവൻ നാസ്തിയുണ്ടെങ്കിലും അവൻ അനുഭവിക്കാൻ കഴിയുന്നത് മാ അകല ഫഅഫ്നാ. എന്തൊരു പോയിന്റാണ് 14 നൂറ്റാണ്ട് പറയുന്നതെന്നറിയോ? അവൻ തിന്ന് നശിപ്പിച്ചത്. അവന് നല്ല ജോലിയുണ്ട്, 50,000 രൂപ ശമ്പളമുണ്ട്, അതിൽ 25,000 രൂപ അവൻ ഉപയോഗപ്പെടുത്തിയത് എന്തിനാണ്? തിന്നാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി ചിക്കൻ പൊരിച്ചത്, കരിച്ചത്, ബോധം കെടുത്തിയത് എല്ലാം അവന് ഇങ്ങനെ അകത്താക്കി. അതവന് കിട്ടിക്കഴിഞ്ഞു, അതവന്റെ ശരീരത്തോട് ചേർത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞാലോ ധരിച്ച് നുരുമ്പിപ്പോയത്. ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു, എന്താണ് തീ പറഞ്ഞത്? മനസ്സിലായോ? നമ്മൾ ഹദീസ് പഠിച്ചതല്ലേ? ധരിച്ച് നുരുമ്പി അവന് കിട്ടി, നുരുമ്പിയിട്ടില്ലെങ്കിലോ? ആലുവയിൽ എനിക്ക് പരിചയമുള്ള ഒരു ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഒരിക്കൽ അയാൾ എന്റെ മുമ്പില് വലിയ 2 ഉറകൾ നിറയെ, വലിയ 2 ചാക്ക് പോലെയുള്ള വലിയ ഷോപ്പറുകൾ നിറയെ ഡ്രസ്സുകളുമായിട്ട് അയാൾ വന്നു. നോക്കിയപ്പോഴോ നല്ല ജീൻസ്, നല്ല പാന്റ്, ടീഷർട്ട്, അതുപോലെ നല്ല ഷർട്ട്സ് എല്ലാം ഉണ്ട്, ഒരുപാട്. അപ്പോഴാണ് അയാളുടെ കഥ പറഞ്ഞത്. ഉസ്താദേ, എന്റെ മോന് കഴിഞ്ഞ വർഷം മരിച്ചു. ഒറ്റ മോനെ ഉണ്ടായിരുന്നു, 17 വയസ്സായിരുന്നു.
പെട്ടെന്ന് ഒരു അസുഖം ബാധിച്ചയാൾ മരിച്ചുപോയി. സദാ എന്റെ ഭാര്യയ്ക്ക് ഈ വസ്ത്രം കാണുമ്പോ കരച്ചിലോട് കരച്ചിലാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു ഈ വസ്ത്രം ഉസ്താദിനെ ഏൽപ്പിച്ചിട്ട് ഇത് പാകമുള്ള പാവപ്പെട്ട ഏതെങ്കിലും ആളുകൾക്ക് കൊടുക്കാൻ. നല്ല രസമുള്ള വസ്ത്രങ്ങൾ. അയ്യോ, ഉസ്താദിനെ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാമായിരുന്നു എന്ന് ആരും വിചാരിക്കരുത്. അതൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുരുമ്പ്യാവന് എന്റെ ഉമ്മമാരെ ധരിച്ചിരിക്കുന്ന കണ്ടാഭരണങ്ങളുണ്ടല്ലോ, കാതിലുള്ള ആഭരണങ്ങളുണ്ടല്ലോ, അപ്രകാരം നിങ്ങളുടെ വസ്ത്രങ്ങളുണ്ടല്ലോ, സാരിയുണ്ടല്ലോ, പർദ്ദയുണ്ടല്ലോ. ഇന്ന് രാത്രി വാഴ കഴിഞ്ഞ് നിങ്ങൾ പോയി അല്ലാഹുവിന്റെ വിധി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഒന്നും ബാക്കി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കല്ലേ. അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ പിന്നുണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയാം? എത്ര കേസ് ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും. മരിച്ചു കഴിഞ്ഞാൽ ആ ശേഷം ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമായിരിക്കും ഉമ്മാന്റെ കഴുത്തിലെയും കാതിലെയും ആഭരണം. ഉസ്താദുമാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. എന്റെ അടുക്കൽ വരാറ്, പള്ളിയിൽ വരാറ്. അതാണ് മനുഷ്യന്മാരുടെ പ്രശ്നം. ധരിച്ച് അത് നുരുമ്പിപ്പോയാൽ അവന് കിട്ടി, അല്ലെങ്കിൽ അവന്റെ പിൻഗാമികൾക്കുള്ളതാണ്. എന്നിട്ട് റസൂലുള്ള പറയാണ് ഔ അഅ്താ ഫഖ്തനാ, മറ്റൊന്ന് അല്ലാഹു അവന് കൊടുക്കുന്നതെന്നറിയോ? മരണാനന്തരം അവൻ അല്ലാഹുവിന് വേണ്ടി നൽകി പരലോകത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചത്. ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നൽകിയ ആളെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. അല്ലാഹു ആ സഹോദരന് അങ്ങനെയുള്ള പ്രതിഫലം അല്ലാഹു തരട്ടെ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക്, കുടുംബാംഗങ്ങൾക്കൊക്കെ അല്ലാഹു ഈ ദാനത്തിന്റെ പ്രതിഫലം അവരുടെ പരലോക ജീവിതത്തിൽ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വേറെ ഒന്നുമില്ല. കാരണം പോകുന്നത് എങ്ങോട്ടാ? കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. 3 കഷ്ണം തൂണി ചുറ്റി മുറിയാതെ ദിക്ർ ചൊല്ലി ഖബറിലേക്കുള്ളൊരു പോക്ക് മനസ്സിൽ നീ ഓർത്തൊന്ന് നോക്ക്. തൊട്ടിലിലാടിയ കുട്ടി പച്ച മണ്ണോട് ചേർന്നങ്ങൊട്ടി. ആലോചിച്ചു നോക്കൂ, നമ്മുടെ കൂടെ കളിച്ചവൻ, നമ്മുടെ കൂടെ ഉറങ്ങിയവർ ആലോചിച്ചു നോക്കുന്നുണ്ടോ? ഖബർ എന്ന വീട്ടിലേക്ക്, ഏകാന്തതയുടെ വീട്ടിലേക്ക്, ഇരുൾ മുറ്റിയ വീട്ടിലേക്ക്, പുഴുക്കളുടെ വീട്ടിലേക്ക്, വായു സഞ്ചാരമില്ലാത്ത വീട്ടിലേക്ക്, ഏകാന്തമായിരിക്കുന്ന ഖബർസ്ഥാനിലെ പള്ളിക്കാട്ടിലേക്ക്, അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ. എന്നറിയില്ലേലും എന്തായാലും നമ്മൾ പോണ്ടേ. ഒരു സംശയവുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അല്ലാഹു ഈമാനോടെയുള്ള മരണം തരട്ടെ. നമ്മുടെ ഖബറുകളെയൊക്കെ അല്ലാഹു വിശാലമാക്കട്ടെ. നമ്മൾ കിടക്കാനുള്ള ഖബർ നമുക്ക് വേണ്ടി അല്ലാഹു തആല നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. എവിടെ